പാലക്കാട് ലോറിക്കടിയിൽപ്പെട്ട് മരിച്ച 4 കുഞ്ഞുങ്ങൾ ഇനി വേദനിക്കുന്ന ഓർമ്മയാണ്. ഐഷ, റിദ, നിദ, ഇർഫാൻ എന്നിവർക്ക് നാട് കണ്ണീരോടെയാണ് യാത്രയയപ്പ് നൽകിയത്. 4 പേരുടെയും മൃതദേഹം തുപ്പനാട് ജുമാ മസ്ജിദിൽ ഒരു ഖബറിടത്തിൽ അടുത്തടുത്തായി സംസ്കരിക്കുകയായിരുന്നു. ഒന്നിച്ചു പഠിച്ച് ഒന്നിച്ചു മടങ്ങിയവർക്ക് ഇനി ഒരേ കുഴിമാടത്തിൽ അന്ത്യനിദ്ര ആണ്. ദീപക് മലയമ്മ ചേരുന്നു വിശദാംശങ്ങളുമായി. ദീപക്, കണ്ണീരടക്കാനാകുന്നുണ്ടായിരുന്നില്ല. കാഴ്ചകൾ നമ്മെ ഏറെ വേദനിപ്പിക്കുന്നതുമായിരുന്നു. ഒരേ ഖബറിസ്ഥാനിൽ അവർക്ക് അന്ത്യയാത്ര നൽകുകയും ചെയ്തിരിക്കുന്നു ആ നാട്. ഇന്ന് രാവിലെ 6 മണിയോട് കൂടിയാണ് മൃതദേഹങ്ങൾ അവരുടെ വീടുകളിലേക്ക് എത്തിച്ചത്. ആ സമയം മുതൽ തന്നെ വലിയ അണമുറിയാത്ത ജനപ്രവാഹം വീടുകളിലേക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ കുഞ്ഞുകുട്ടികളെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഈ നാടനടക്കം എത്തിയെന്നുള്ളതാണ്. ചെറുള്ളി ഒരു ഘട്ടത്തിൽ അത് പൊട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക്, തേങ്ങലടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുന്ന കാഴ്ചയൊക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഏതാണ്ട് 8 മണിവരെയാണ് വീടുകളിൽ പൊതുദർശനം ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ ഈ കുട്ടികളുടെ സഹപാഠികൾ ഉൾപ്പെടെ വീടുകളിലേക്ക് എത്തി. അവരുടെ അലമുറയിടുന്ന ആ സമയത്തൊക്കെ തന്നെ പൂർണ്ണമായും അവിടെ കണ്ടു നിന്നവരെല്ലാം വിതുമ്പിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. അതിനുശേഷമാണ് പിന്നീട് കരിമ്പനിക്കൽ ഹാളിലേക്ക് കുട്ടികളുടെ മൃതദേഹം എത്തിച്ചത്. പൊതുദർശനത്തിന് വേണ്ടി എത്തിച്ച മൃതദേഹത്തിൽ ഏതാണ്ട് 1000-ഓളം ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന കാഴ്ച കണ്ടു. അവിടെ മന്ത്രിമാർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തി അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു. ഏതാണ്ട് 10:30 പിന്നീട് തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് മൃതദേഹം എത്തിച്ചു. അവിടെയായിരുന്നു ഈ മയ്യത്ത് നമസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നത്. അതിനുശേഷം നേരത്തെ തന്നെ ക്രമീകരിച്ചിരുന്ന ഖബർസ്ഥാനിലേക്ക് മൃതദേഹങ്ങൾ മാറ്റി. 4 പേർക്കും ഒരേ ഇടത്ത് തന്നെയാണ് അന്ത്യവിശ്രമം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ മുതൽ തന്നെ, കുട്ടിക്കാലം മുതൽ തന്നെ ഒന്നിച്ച് ഉള്ളവരാണ് അവർ. ഇപ്പോൾ 8ാം ക്ലാസ്സിലേക്ക് എത്തുന്ന ആ ഘട്ടത്തിലും ഒന്നിച്ച് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിലെ സമയത്ത്, ഏറ്റവും സന്തോഷപൂർവ്വമായ ആ സമയത്തും ഒന്നിച്ചുണ്ടായിരുന്ന കൂട്ടുകാരാണ്. ആ ഉറ്റവർക്ക് ഏറ്റവും അടുത്ത ഇടത്ത് തന്നെ അന്ത്യവിശ്രമം ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഖബർസ്ഥാൻ ഒരുക്കിയിരുന്നത്. ഏതാണ്ട് 11:15 തന്നെ മറ്റ് ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാകുകയും ചെയ്തിട്ടുണ്ട്. വിനീത. ശരി, ദീപക്കാണ് വിവരങ്ങൾ നൽകിയത്.